ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിലേക്ക്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം സ്വീകരിച്ച് ലോകനേതാക്കൾ. തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്നതിനും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നതിനുമായി INDI സഖ്യത്തിന്റെ യോഗം ന്യൂഡൽഹിയിൽ. മനുഷ്യനെയും വഹിച്ച് സ്റ്റാർ ലൈനർ നടത്തുന്ന ആദ്യ ബഹിരാകാശ ദൌത്യത്തിന് ഇന്ത്യൻ വംശജയായ നാസയുടെ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് യാത്ര തിരിച്ചു. ഉത്തരാഖണ്ഡിൽ ട്രെക്കിങ്ങിനിടെ കർണാടകയിൽ നിന്നുള്ള 9 പേർ മരിച്ചു. അടുത്ത 5 ദിവസം കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് കുവൈറ്റിനെ നേരിടും. ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ വിരമിക്കൽ മത്സരം. വാർത്തകൾ വിശദമായി. ശ്രീ നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ തുടങ്ങി നിരവധി രാഷ്ട്രതലവന്മാരും പ്രതിനിധികളും പങ്കെടുക്കും. കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിച്ച് NDA സഖ്യം. ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്നലെ നടന്ന യോഗത്തിൽ സഖ്യത്തിന്റെ നേതാവായി ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. കഴിഞ്ഞ 10 വർഷങ്ങളിൽ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ NDA സർക്കാർ രാജ്യത്ത് എല്ലാ മേഖലകളിലും വികസനം യാഥാർത്ഥ്യമാക്കിയതായി യോഗത്തിൽ പ്രമേയം പാസാക്കി. അതേസമയം BJPയുടെ ഉന്നതതല യോഗം പാർട്ടി അധ്യക്ഷൻ JP നഡ്ഡയുടെ ന്യൂഡൽഹിയിലെ വസതിയിൽ ചേരുന്നു. ശ്രീ അമിത്ഷാ, ശ്രീ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നു. 17ാം ലോക്സഭ രാഷ്ട്രപതി ദ്രൌപതി മുർമു പിരിച്ചുവിട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ NDAയുടെ വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗത്തിന്റെ ശുപാർശ പ്രകാരമാണ് തീരുമാനം. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന് പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും രാജിക്കത്ത് സമർപ്പിച്ചു. രാജി സ്വീകരിച്ച രാഷ്ട്രപതി പ്രധാനമന്ത്രിയോടും കേന്ദ്രമന്ത്രിമാരോടും അടുത്ത സർക്കാർ രൂപീകരിക്കും വരെ ഭരണത്തിൽ തുടരാൻ നിർദ്ദേശിച്ചു. ശ്രീ നരേന്ദ്രമോദിക്കും സ്ഥാനമൊഴിഞ്ഞ കേന്ദ്രമന്ത്രിമാർക്കും രാഷ്ട്രപതി അത്താഴ വിരുന്നൊരുക്കി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ മൂന്നാം വിജയം നേടിയ നരേന്ദ്രമോദിക്ക് ആഗോള നേതാക്കൾ അഭിനന്ദനങ്ങൾ അറിയിച്ചു. മൂന്നാം തവണയും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും NDAയെയും 65 കോടിയോളം വോട്ടർമാരെയും US പ്രസിഡന്റ് ജോ ബൈഡൻ അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം കൂടുതൽ ശക്തമാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. UK പ്രസിഡന്റ് ഋഷി സുനക്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവരും തുടർ വിജയത്തിൽ ശ്രീ മോദിയെ അഭിനന്ദനം അറിയിച്ചു. റിപ്പബ്ലിക് ഓഫ് കൊറിയൻ പ്രസിഡന്റ് യൂന സുക് യോൾ, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കിൾ തുടങ്ങി നിരവധി രാഷ്ട്ര നേതാക്കൾ ശ്രീ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. ലോക്സഭയിൽ പ്രതിപക്ഷത്ത് ഇരിക്കുമെന്ന് INDI സഖ്യം. ഉചിതമായ സമയത്ത് മറ്റ് തീരുമാനങ്ങൾ എടുക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് ഫല അവലോകനം, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ വിഷയങ്ങൾ തീരുമാനിക്കാൻ INDI സഖ്യം ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും യോഗം ചേരും. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 29 പാർട്ടി MPമാരുമായി ശനിയാഴ്ച നിർണായക യോഗം ചേരും. പാർലമെന്റിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ യോഗം ചർച്ച ചെയ്യുമെന്ന് പാർട്ടി കേന്ദ്രങ്ങൾ കൊൽക്കത്തയിൽ അറിയിച്ചു. ഇന്ത്യൻ വംശജയായ നാസയുടെ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനറിൽ വീണ്ടും ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചു. മനുഷ്യനെയും വഹിച്ച് സ്റ്റാർ ലൈനർ നടത്തുന്ന ആദ്യ പരീക്ഷണ യാത്രയാണിത്. ഇത്തരം ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ വനിതയായി സുനിത വില്യംസ് ചരിത്രത്തിൽ ഇടം നേടി. സാങ്കേതിക തകരാറിനെ തുടർന്ന് 1 മാസത്തിനിടെ 3 തവണ മുടങ്ങിയതിനു ശേഷമാണ് ഇന്നലെ ഫ്ലോറിഡയിലെ കേപ്പ് കാൻവറൽ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ദൌത്യം വിജയകരമായി വിക്ഷേപിച്ചത്. നാസയിലെ ഗവേഷകൻ ബുച്ച് വിൽമോസും സുനിതയ്ക്കൊപ്പമുണ്ട്. പരീക്ഷണങ്ങൾക്ക് ശേഷം ഇതേ പേടകത്തിൽ ജൂൺ 14-ന് US-ലെ മരുഭൂമിയിൽ തിരിച്ചിറങ്ങും. ഉത്തരാഖണ്ഡിൽ സഹസ്ത്ര താലിലേക്ക് ട്രെക്കിങ്ങിന് പോകുകയായിരുന്ന 9 പേർ മരിച്ചു. കർണാടകയിൽ നിന്നെത്തിയ 22 അംഗ സംഘത്തിലുള്ളവർ മോശം കാലാവസ്ഥയെ തുടർന്ന് വഴിതെറ്റുകയായിരുന്നു. 13 പേരെ രക്ഷപ്പെടുത്തി. മറ്റുള്ളവരെ പുറത്തെത്തിക്കാൻ വ്യോമസേന, NDRF, SDRF എന്നിവയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഉത്തരാഖണ്ഡിലെ ഗാർവാൾ മേഖലയിൽ 15,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ട്രെക്കിംഗ് പോയിന്റാണ് സഹസ്ത്രതാൽ. ദുരന്തത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ദുഃഖം രേഖപ്പെടുത്തി. ഡൽഹി ജലപ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഹിമാചൽ പ്രദേശിനോട് 137 ക്യുസെക്സ് ജലം വിട്ടുനൽകാൻ സുപ്രീംകോടതി ഉത്തരവ്. ഹരിയാനയോടും ജലം വിട്ടുനൽകാൻ നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്.
രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെട്ടതോടെയാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക ജലവിതരണം ആവശ്യപ്പെട്ട് ഡൽഹി സർക്കാർ സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ജമ്മുകശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ഗുൽമാർഗിൽ സ്ഥിതി ചെയ്യുന്ന 106 വർഷം പഴക്കമുള്ള മഹാറാണി ക്ഷേത്രത്തിൽ വൻ തീപിടുത്തം. ഇന്നലെ പുലർച്ചെ 3:45 ഉണ്ടായ അഗ്നിബാധയിൽ ക്ഷേത്രം പൂർണ്ണമായി കത്തിനശിച്ചു. അഗ്നിരക്ഷാസേനയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉടനടി ഇടപെട്ടിട്ടും ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ സാധിച്ചില്ല. പൂർണ്ണമായും മരം കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രമായതിനാലാണ് അപകടം ഇത്രയും രൂക്ഷമായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. അങ്കണവാടികളിലെ സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ചൂഴമ്പാല മാതൃകാ അങ്കണവാടിയിൽ നടന്ന ചടങ്ങിൽ വി.കെ. പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ മാസം 30-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന പരിപാടി കനത്ത മഴയെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റിവയ്ക്കുകയായിരുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് കുവൈറ്റിനെ നേരിടും. ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ വിരമിക്കൽ മത്സരം കൂടിയാണിത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. 2 പതിറ്റാണ്ടുകാലം ഇന്ത്യയുടെ മുന്നേറ്റ നിരയിലെ നിറസാന്നിധ്യമായി ആവേശത്തിന്റെ അലമാലകൾ തീർത്ത സൂപ്പർ താരം ബൂട്ട് അഴിക്കുകയാണ്. 150 കളികളിൽ നിന്ന് 94 ഗോളുകൾ നേടി ലോക ഫുട്ബോളിൽ ഇന്ത്യയെ അടയാളപ്പെടുത്തിയ നമ്മുടെ പ്രിയതാരം ക്യാപ്റ്റൻ സുനിൽ ഛേത്രി രാജ്യത്തിന്റെ ജേഴ്സിയിൽ അവസാനമായി കളത്തിലെത്തുന്ന മത്സര ദിനമാണിത്. കൊൽക്കത്തയിൽ ഇന്ന് രാത്രി കുവൈറ്റിനെതിരെ നടക്കുന്ന നിർണായക ലോകകപ്പ് യോഗ്യതാ മത്സരം ഓരോ ഫുട്ബോൾ ആരാധകനും മറക്കാൻ കഴിയാത്ത മുഹൂർത്തമായി അടയാളപ്പെടുത്തപ്പെടും. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ 4 പോയിന്റുമായി ഖത്തറിന് പിന്നിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ ഇപ്പോൾ. ഒരിക്കൽ കൂടി ഛേത്രിയുടെ മികവിൽ കുവൈറ്റിനെതിരെ മിന്നും ജയം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോച്ച് ഇഗോസ്റ്റ് മാച്ചും കൂട്ടരും. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്നലെ ന്യൂയോർക്കിൽ നടന്ന ഗ്രൂപ്പ് സ്റ്റേജ് പോരാട്ടത്തിൽ ഇന്ത്യ 8 വിക്കറ്റിന് അയർലൻഡിനെ പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് 16 ഓവറിൽ 96 റൺസിന് പുറത്തായി. ഇന്ത്യ 12.2 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഈ മാസം 9-നാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ജൂൺ 12-ന് അമേരിക്കയുമായും 15-ന് കാനഡയ്ക്കെതിരെയുമാണ് ഇന്ത്യയുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ. അതിശക്തമായ മഴ കാരണം BM റെഗുലേറ്ററിന്റെ തുറന്ന വയറുകൾക്ക് മുകളിലൂടെ ഓവർഫ്ലോ ഉണ്ടായിരിക്കുന്നതിനാൽ റെഗുലേറ്ററിന്റെ 3 ഷട്ടറുകൾ അടിയന്തരമായി ഇന്ന് രാവിലെ തുറക്കുന്നതിനാൽ റെഗുലേറ്ററിന്റെ താഴ്ഭാഗത്തെ ഇരുകരകളിലും താമസിക്കുന്നവരും മത്സ്യബന്ധനം നടത്തുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ അവസാനത്തേതായ രോഹിണി ആരാധന ഇന്ന് നടക്കുന്നു. സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. കുറുമാത്തൂർ ഇല്ലത്തെ നായ്ക്കർ സ്ഥാനികനാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്താനുള്ള അവകാശം. ഉച്ചയ്ക്ക് പൊന്നിൻ ശീവേലിയും ആരാധന സദ്യയും ഉണ്ടാകും. സ്വയംഭൂവിൽ സന്ധ്യയ്ക്ക് പാൽ അമൃത അഭിഷേകവും നടക്കും. 13-ന് മകം നാൾ ഉച്ചശീവേലിക്ക് ശേഷം സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനമില്ല. മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിയരങ്ങാടിയിൽ സ്കൂൾ വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞ് 13 പേർക്ക് പരിക്ക്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് അപകടം. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി ഇതുവരെ 4 വിമാനങ്ങൾ ജിദ്ദയിലേക്ക് സർവീസ് നടത്തി. 1443 തീർത്ഥാടകർ പുണ്യഭൂമിയിലെത്തി. നാളെ 2 വിമാനങ്ങൾ കൂടി സർവീസ് നടത്തും. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 446 പോയിന്റ് ഉയർന്ന് 74,828-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 147 പോയിന്റ് നേട്ടത്തിൽ 22,767-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില പവന് 560 രൂപ വർദ്ധിച്ച് 53,840 രൂപയായി. ഗ്രാമിന് 80 രൂപ കൂടി 6,730 രൂപയാണ് വില. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയിലെ അനന്ത സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് വിദ്യാർത്ഥികൾക്കായി ദിശ 2024 വിദ്യാഭ്യാസ മാർഗദർശന പരിപാടി സംഘടിപ്പിക്കും. ഈ മാസം 13-നാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം തുടർച്ചയായി 3ാം തവണയും അധികാരത്തിലേക്ക്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം സ്വീകരിച്ച് ലോക നേതാക്കൾ. തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്നതിനും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നതിനുമായി INDI സഖ്യത്തിന്റെ യോഗം ന്യൂഡൽഹിയിൽ. മനുഷ്യനെയും വഹിച്ച് സ്റ്റാർ ലൈനർ നടത്തുന്ന ആദ്യ ബഹിരാകാശ ദൌത്യത്തിന് ഇന്ത്യൻ വംശജയായ നാസയുടെ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് യാത്ര തിരിച്ചു.
ഉത്തരാഖണ്ഡിൽ ട്രെക്കിങ്ങിനിടെ കർണാടകയിൽ നിന്നുള്ള 9 പേർ മരിച്ചു. അടുത്ത 5 ദിവസം കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് കുവൈറ്റിനെ നേരിടും. ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ വിരമിക്കൽ മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.